ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി എഗ് കുറുമയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ലൊരു എഗ് കുറുമയാണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു 4 ഏലക്ക, 3 ഗ്രാമ്പൂ ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 മീഡിയം സൈസ് സവോളയാണ്. സവോള നീളത്തിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് സവോളയൊന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടി ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 5 പച്ചമുളക് നടുവേ കീറിയതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവോളയൊക്കെ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കാം. ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി നമുക്കൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് തുറന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. സവോളയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ തക്കാളിയാണ്. ഇപ്പം വലിയ തക്കാളി ആണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കുകയോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഈ പൊടികളിലെല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പാലാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ല തിക്കായിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാൽ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പാൽ ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് ഉപ്പും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 സ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഈ പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമ്മുടെ കറിക്ക് കിട്ടും. അതിനുശേഷം പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ അടിപൊളി എക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് സൈഡ് ഡിഷാണ്. ഇപ്പം ബാച്ചിലേഴ്സിനാണേലും വേഗം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന, അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്